കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തതയും ഓർത്ത്, അവിടുത്തെ മഹാകരുണയോർത്ത് നന്ദി പറഞ്ഞ് ദൈവത്തെ ആരാധിക്കാം. ദൈവം മാറ്റമില്ലാത്തവനാണ്. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. ജഡത്തിനോ ഒരു ശക്തിക്കോ നമ്മോടൊന്നും ചെയ്യാൻ കഴിയില്ല. പ്രിയരെ, ദൈവം തുണയായിരുന്നാൽ, അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ വായിക്കുന്നത്, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. നീതീകരിക്കുന്നവൻ ദൈവം, കുറ്റം ചുമത്തുന്നതാര്. ദൈവം അനുകൂലമാണെങ്കിൽ ലോകത്തിലൊരു ശക്തിയും നമ്മളെ ജയിക്കില്ല. മൊർദെഖായിക്ക് ദൈവം അനുകൂലമായിരുന്നു. ഹാമാൻ എന്തൊക്കെ പദ്ധതികൾ ഒരുക്കി. കഴുകുമരം ഉണ്ടാക്കിയില്ലേ? അഡ്രസ്സ് നഷ്ടപ്പെടുത്താൻ രേഖകൾ ഉണ്ടാക്കിയില്ലേ? പക്ഷെ ദൈവത്തിൻ്റെ കരം മൊർദെഖായിക്ക് അനുകൂലമായിരുന്നു. എഴുതിയ രേഖകളെ, ഹാമാൻ കൊണ്ടുവന്ന പദ്ധതികളെ ഒക്കെ ദൈവം തിരുത്തി. ആരൊക്കെ എതിരാണെങ്കിലും ദൈവം കൂടുണ്ടെങ്കിൽ പരപ്പണ്ട. ദൈവം അതും ചെയ്യാൻ ശക്തനാണ്. ദൈവം പ്രവർത്തിക്കാൻ ശക്തനാണ്. ആ ഒരു ഉറപ്പ് നമ്മുടെ അകത്ത് എപ്പോഴും ഉണ്ടാവണം. ദൈവം മതിയെന്നേ. എതിരുകളെയും എതിരാളികളെയും നോക്കൂ. യോസഫിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. എതിരുകൾ ചെറുതായിരുന്നു. സഹോദരന്മാർ, കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങിയില്ലേ എതിർപ്പ്. ആദ്യം സഹോദരന്മാർ വിചാരിച്ചു ഞങ്ങൾ ജയിച്ചു. യോസഫില്ല. മിസ്രൈമിൽ എതിർപ്പ് കൂടിയില്ലേ? കാരാഗൃഹത്തിലേക്ക് പോകേണ്ടി വന്നില്ലേ? പൊത്തിഫറിന്റെ ഭാര്യ വിചാരിച്ചു തീർന്നു. എല്ലാവരും യോസഫിനെ കൈവിട്ടു. കുടുംബത്തിനകത്ത് സപ്പോർട്ടില്ല. മറ്റൊരു ദേശത്ത് ചെയ്യാത്ത കുറ്റത്തിന് താൻ പീഡിപ്പിക്കപ്പെടുകയാണ്. പക്ഷെ അവിടെയും ദൈവം യോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം യോസഫിനെ ആളയച്ച് വിളിപ്പിച്ചു. ദൈവം അത് ചെയ്യിപ്പിച്ചേ. ഒരു തടവ് പുള്ളിയെ കൊട്ടാരത്തിൽ നിന്ന് ആളയച്ച് വിളിപ്പിക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണ്. അതും കൊട്ടാരത്തിലേക്ക്. ഇതാ ദൈവത്തിൻ്റെ പദ്ധതി. ദൈവം അനുകൂലമാണെങ്കിൽ നിനക്കെതിരെ ഓർഡർ ഇട്ടവനെ കൊണ്ട് തന്നെ നിന്നെ വിളിപ്പിച്ച് നീ ആരാന്ന് വെളിപ്പെടുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതേ വ്യക്തിയെ കൊണ്ട് ദൈവം പറയിപ്പിച്ചില്ലേ പറവനെ കൊണ്ട്? ഈ മനുഷ്യൻ ദൈവാത്മാവുള്ള മനുഷ്യനാണ്, ഇവൻ്റെ മുമ്പിൽ മുട്ടുകുത്തുവീൻ എന്ന് പറഞ്ഞില്ലേ? ദൈവം യോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആക്ഷേപിച്ച സഹോദരന്മാർ യോസഫിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തിയില്ലേ? രാജ്യം മുട്ടുകുത്തിയില്ലേ? ഇതാണ് സഹോദരങ്ങളെ, ദൈവം അനുകൂലമായ മതി. രക്ഷപ്പെടത്തില്ലെന്ന് കുടുംബക്കാരും കൂട്ടുകാരും പറയട്ടെ. ഇങ്ങനൊരു ബന്ധം വേണ്ടെന്നാരെങ്കിലും പറഞ്ഞെങ്കിൽ ഓർത്തോണം, നിങ്ങളുടെ മേൽ വരുന്ന ദൈവപ്രവൃത്തി കണ്ട് പലരും സ്തംഭിക്കും, വായു പൊത്തും. സാമാന്യ ശക്തികൾ മാത്രമല്ല, നമുക്കറിയാം നെഹമ്യാവിൻ്റെ മതിൽ പണിക്കെതിരെ നിന്ന ശക്തമായ വെല്ലുവിളി സൻബല്ലത്ത് തോബിയാവ്. മതിൽ പണി പൂർത്തീകരിച്ചപ്പോൾ അവർ പറയുകയാണ്, ഇത് നെഹമ്യാവിൻ്റെ ദൈവത്താൽ സംഭവിച്ചതാണ്. ദൈവം നെഹമ്യാവിനും എസ്രായിക്കുമൊക്കെ അനുകൂലമായിരുന്നു. ദൈവത്തിൻ്റെ കൈ അവരോട് കൂടെ ഇരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്.
ദൈവം കൂടെ ഇരുന്നാൽ ധൈര്യത്തോടെ പോകണം, ശക്തിയോടെ സ്റ്റെപ്പ് എടുക്കണം, പരിഭ്രമിക്കരുത്. സ്തോത്രം. എസ്കേൽ പ്രവചനം 2-ാം അധ്യായം 6-ാം വാക്യം. നീയോ മനുഷ്യപുത്ര, അവരെ പേടിക്കരുത്. പറക്കാരെയും മുള്ളും നിന്റെ അരികെ ഉണ്ടായിരുന്നാലും തേളുകളുടെ ഇടയിൽ നീ പാർത്താലും അവരുടെ വാക്ക് പേടിക്കരുത്. അവർ മത്സരഗൃഹമല്ലോ, നീ അവരുടെ വാക്ക് പേടിക്കരുത്. ദൈവം എസ്കേൽ പ്രവാചകനോട് പറയുകയാണ്, കെബാർ നദീ തീരത്ത് ദൈവിക ദർശനം കണ്ട മനുഷ്യനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുകയാണ്. 2-ാം അധ്യായം തുടങ്ങുന്ന മനുഷ്യപുത്ര, നീ നിവർന്നു നിൽക്കുക, എനിക്ക് നിന്നോട് സംസാരിക്കേണ്ടതുണ്ട്. ദൈവത്തിൽ നിന്ന് അകന്നു പോയ ജനം, ദൈവത്തെ തള്ളിക്കളഞ്ഞ ദൈവം, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും ദുഷ്ടാഠ്യമുള്ള ജനം, കഠിന ഹൃദയമുള്ളവർ, ഇവരുടെ അടുക്കലേക്കാണ് ഞാൻ നിന്നെ അയക്കുന്നത്. മനസ്സിലായോ? അങ്ങനെയുള്ള ജനത്തോട് നീ പറയേണ്ട ദൂതും അവരുടെ ഇടയിൽ നീ നിൽക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആത്മാവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6-ാം വാക്യം ശ്രദ്ധിക്കുക. നീയോ മനുഷ്യപുത്ര, അവരെ പേടിക്കരുത്. അവർ ഹുങ്കാരപ്രതാപത്തോടെ നിനക്കെതിരെ നിൽക്കും, ഭയപ്പെടുത്താൻ നോക്കും. പക്ഷെ അഭിഷേകമുള്ളവൻ ഭയപ്പെടത്തില്ല. അതുകൊണ്ടാണ് പൗലോസിനോട് കർത്താവ് പറഞ്ഞത്, നീ ധൈര്യത്തോടെ പ്രസംഗിക്കണം. ആരും നിനക്ക് ദോഷം ചെയ്യാൻ ഞാൻ അനുവദിക്കത്തില്ല, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നോക്കൂ, തൻ്റെ പ്രസംഗത്തിനെതിരെ, ശുശ്രൂഷയ്ക്കെതിരെ, ആത്മീയതയ്ക്കെതിരെ പൗലോസിന് വെല്ലുവിളികൾ ശക്തമായി നേരിടേണ്ടി വന്നു. അലക്സാണ്ടർ എന്ന് പറഞ്ഞ വ്യക്തി തൻ്റെ പ്രസംഗത്തോട് എതിർത്തുന്നു. പക്ഷേ ദൈവം പൗലോസിനോട് കൂടെ ഇരുന്ന് പ്രസംഗിച്ച പ്രസംഗം തെളിയിക്കാനിടയായി തീർന്നു. പ്രിയ സഹോദരങ്ങളെ, വിശ്വാസത്തിനു വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, ദൈവകൃപയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചവരോട് ദൈവാത്മാവിന് പറയാനുള്ളത്, പല എതിർപ്പുകൾ വരുമ്പോൾ, വെല്ലുവിളികൾ വരുമ്പോൾ, തകർക്കുവാൻ നിൽക്കുന്ന ശക്തികൾ വരുമ്പോൾ ഭയപ്പെടരുത് എന്ന് പറഞ്ഞത് ദൈവമാ. വിളിച്ചവനാണ്, സർവശക്തനാണ്, അഖിലാണ്ടത്തിൻ്റെ ഉടയവനാണ്. നിന്റെ കരത്തിൽ പിടിച്ചവൻ്റെ കരം ബലഹീനമായ കരമല്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നു, അവരെ പേടിക്കരുത്. സ്തോത്രം. പറക്കാരെയും മുള്ളും നിന്റെ അരികെ, എന്ന് വെച്ചാൽ കുത്തുന്ന ശക്തികൾ, വിമർശനത്തിൻ്റെ ശക്തികൾ, കൂരിരുമ്പ് പോലെ തകർക്കാൻ നിൽക്കുന്ന ശക്തമായ വെല്ലുവിളി, മുള്ള പറക്കാര. പക്ഷെ തിരുവെഴുത്ത് പറയുന്നു, ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായി തീരുമ്പോൾ, നീ അഭിഷേകത്തോടെ നിൽക്കുമ്പോൾ നിന്റെ മുള്ളും പറക്കാരെയും ഒറ്റ ദിവസം കൊണ്ട് കത്തിമാറും. മനസ്സിലായോ? തൻ്റെ ജനത്തെ നാളുകളായി കുത്തുന്ന, വേദനിപ്പിക്കുന്ന ചില മുള്ളിൻ്റെയും പറക്കാരുടെയും ശക്തികൾ ഇല്ലാതാകണമോ? ഒരു തീജ്വാലയായി മാറിയാൽ ആ തീക്കകത്തത് കരിഞ്ഞു മാറും. ഒരു ശക്തിക്ക് നിങ്ങളെ ജയിക്കാൻ പറ്റില്ല. ഇത് ഇപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന രോഗത്തിൻ്റെ ശക്തിയാണോ? ഭയമാണോ? സാമ്പത്തിക തകർച്ചയാണോ? കുടുംബജീവിതം തകർന്നതാണോ? ഏത് വിഷയത്തെയും ഇന്ന് പകൽ പണിയാൻ കഴിവുള്ളവൻ വിളിച്ചു പറയുന്നു, ആ മുള്ളിനെയും പറക്കാരെയും ദഹിപ്പിക്കുവാൻ നിങ്ങളൊരു ആത്മശക്തിയിലേക്ക് അടുത്തു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ മുള്ളും പറക്കാരെയും ദഹിച്ചു പോകും. അടുത്ത് നോക്കൂ, തേളുകളുടെ ഇടയിൽ നീ പാർത്താലും. തേളെന്ന് പറഞ്ഞാൽ ഉഗ്രവിഷമുള്ളതാണ്, പുറകിന്ന് കുത്തുന്നതാണ്, കാണാൻ പറ്റില്ല. പ്രത്യക്ഷപ്പെടാതെ ഒളിഞ്ഞു നിൽക്കുന്ന ചില ശക്തികൾ, വിറകിനടിയിൽ നിന്ന് കയറി വന്ന ഒരണലി, ഇതൊക്കെ തീക്കകത്തെ തീയുടെ ചൂട് തട്ടുമ്പോൾ പുറത്തു വരും. അതിനെ ഒന്നും നീ ഭയപ്പെടരുത്. ഒളിഞ്ഞു നിൽക്കുന്നത്, പതിയിരിക്കുന്ന ശക്തികളെ കണ്ട് ഭയപ്പെടരുത്.
പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ ദൈവം നമുക്ക് അധികാരം നൽകിയെന്ന് വിശ്വസിക്കുന്നവർ ഇന്നു പകലൊന്ന് സ്തോത്രം ചെയ്യാമോ? ഭയം മാറട്ടെ. അവരുടെ വാക്ക് പേടിക്കരുത്. അവർ മനുഷ്യരത്രേ. പ്രൈസ് ദി ലോർഡ്. അവർ മത്സരഗ്രഹമാണ്. പേടിക്കരുത്. പദ്ധതികൾ എത്ര വന്നാലും, കൂട്ടുകെട്ട് എത്ര വന്നാലും ഇറങ്ങിയവർ സ്ഥിരമായി നിൽക്കണം. സൂതികർമ്മിണികൾ സ്ഥിരമായി നിന്നു. ഫറവോൻ്റെ കൽപ്പനയെ അവർ നിരസിച്ചു. സൂക്ഷിക്കേണ്ട മോശയെ സൂക്ഷിക്കാൻ തയ്യാറായി. അങ്ങനെയെങ്കിൽ ഇന്നു പകൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ആഴിയെന്നോർക്കാതെ, ആഴത്തെപ്പറ്റി ചിന്തിക്കാതെ ഇറങ്ങിയെങ്കിൽ നിങ്ങൾക്കെതിരെ വരുന്ന തേളിൻ്റെ ശക്തിയാകട്ടെ, മുള്ളാകട്ടെ, പറക്കാരയാകട്ടെ, ഭയപ്പെടുത്തുന്ന വെല്ലുവിളികളാകട്ടെ, അതിനെ ആത്മാവിൽ ജയിക്കാൻ ഒരു സമൂഹം ഇന്നു പകൽ എഴുന്നേൽക്കുമെങ്കിൽ, സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. ചില മുള്ളും പറക്കാരെയും ഇന്നു പകൽ ദഹിക്കാൻ പോകുക, കരിയാൻ പോകുക, ചാമ്പലാകാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ അഭിഷേകത്തോടെ സ്തോത്രം ചെയ്യൂ. ദൈവസാന്നിധ്യം നിങ്ങളുടെ മേൽ വരട്ടെ, നിങ്ങളുടെ ശരീരത്തിൽ വരട്ടെ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വരട്ടെ, നിങ്ങളുടെ തലമുറകൾ വരട്ടെ. ആത്മീയമായി മുന്നേറാൻ കഴിയാതെ വെല്ലുവിളിയുടെ നടുവിൽ കുടുങ്ങിക്കിടക്കുന്ന, ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവ് ഇന്നു പകൽ ഹോളി സ്പിരിറ്റിനാൽ ബലപ്പെടുത്തുന്നു. യേശുവിൻ്റെ നാമത്തിൽ ശക്തമായി മൂവ് ചെയ്യുക. ദൈവം നിങ്ങളോട് കൂടെ, ദൈവം നിങ്ങളോട് കൂടെ, ദൈവം നിങ്ങളോട് കൂടെ. ദൈവാനുകൂലം യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. അവർ വിടുതലിലേക്ക് നയിക്കപ്പെട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി നസറനായ യേശുവിൻ്റെ നാമത്തിൽ ഇന്നു പകൽ വെളിപ്പെട്ടു വരാൻ പ്രാർത്ഥിക്കുന്നു. മുള്ളും പറക്കാരെയും ദഹിക്കുന്ന ഒരഭിഷേകം ആത്മാവിൻ്റെ ഇരുത്തി കത്തട്ടെ. ഹാലല്ലൂയ. ഓരോ ശരീരത്തിൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തികൾ അഴിയട്ടെ. വിടുതൽ വ്യാപരിക്കട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ. കർത്താവെ, ജനത്തെ ഭിന്നതയിലേക്ക് കൊണ്ടുവരുന്ന ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ജയം കൽപ്പിക്കുന്നു. വഴികൾ തുറക്കട്ടെ. സാധ്യങ്ങൾ സാധ്യമാകട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമം തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വത്സല സഹോദരങ്ങളെ, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. നമ്മുടെ ദൈവമായ യഹോവ എല്ലായിടത്തും നമ്മോട് കൂടെയുണ്ട്. ദാവീദ് ചെന്നിടത്തൊക്കെയും ദൈവം അവന് ജയം നൽകിയെങ്കിൽ ആ ദൈവം നമ്മുടെ ദൈവമാണ്. ഈ വചനങ്ങളാൽ കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രശ്നം.